സാംസ്കാരിക ചരിത്രത്തിൽ യുഗപ്രഭാവനായ ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരു. 1922 നവംബർ 15 ശിവഗിരിയിലെത്തിയ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ യുഗപ്രഭാവനായ ഗുരുവിനെ കുറിച്ച് സന്ദർശക ഡയറിയിൽ കുറിച്ചതും ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ശ്രീനാരായണ ഗുരുവിന് തുല്യനായ, അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു മഹാപുരുഷനെയും എനിക്ക് ദർശിക്കാൻ സാധിച്ചില്ല. അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗനയനങ്ങളും ചൈതന്യം തുളുമ്പുന്ന ആ മുഖ തേജസ്സും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല എന്നായിരുന്നു ടാഗോർ കുറിച്ചത്. ഈ ചതയം ദിനം ശ്രീനാരായണ ഗുരുവിന്റെ 171 ജന്മദിനമാണ്. നാണുവാശാൻ എന്നറിയപ്പെട്ടിരുന്ന നാരായണ ഗുരു തിരുവനന്തപുരത്തെ ചെമ്പഴന്നി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഗുരുജയന്തിയുടെ ഓർമ്മയിലാണ് എല്ലാ വർഷവും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ചതയ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. 1928 സെപ്റ്റംബർ 20 ശിവഗിരി ആശ്രമത്തിലാണ് ഗുരു സമാധിയായത്. കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ജാതീയമായ വേർതിരിവുകൾക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി. അക്കാലത്ത് അവർണ വിഭാഗക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ ആരാധന നടത്താനോ എന്തിന് ക്ഷേത്രത്തിനടുത്തുള്ള പൊതുവഴിയിലൂടെ നടക്കാനോ അവകാശമുണ്ടായിരുന്നില്ല. വിഗ്രഹാരാധനയുടെയും പ്രതിഷ്ഠയുടെയും മേൽജാതി കുത്തക തകർക്കുന്നതായിരുന്നു അദ്ദേഹം നടത്തിയ വിഗ്രഹ പ്രതിഷ്ഠകൾ. വിഗ്രഹത്തിന് പകരം പിന്നീട് കണ്ണാടികളും കെടാവിളക്കുകളുമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. ദേവാലയങ്ങളെക്കാൾ സാമൂഹിക പുരോഗതിക്കാവശ്യം വിദ്യാലയങ്ങളാണെന്ന് ഉദ്ബോധിപ്പിച്ച ഗുരു വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്ത ഗുരു 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ മലയാളം, തമിഴ്, സംസ്കൃതം ഭാഷകളിൽ അദ്ദേഹം അറിവ് നേടി. തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയവയെല്ലാം അദ്ദേഹം അഭ്യസിച്ചു. തിരികെ ഗ്രാമത്തിലെത്തിയ അദ്ദേഹം കുടിപ്പള്ളിക്കുടം കെട്ടി കുട്ടികളെ പഠിപ്പിച്ചു. വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായി തുടർന്നില്ല. ആയിടയ്ക്ക് അദ്ദേഹം ചട്ടമ്പി സ്വാമികളുമായി പരിചയപ്പെട്ടു. അദ്ദേഹം തൈക്കാട് അയ്യ എന്ന യോഗിയെ പരിചയപ്പെടുത്തി. തൈക്കാട് അയ്യയുടെ കീഴിൽ ഘടയോഗം അഭ്യസിച്ചു. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരാത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരികൾ ഈ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്തു. മഹാത്മജി ശിവഗിരി സന്ദർശിച്ച് ഗുരുദേവനെ നേരിൽ കണ്ട് സംഭാഷണം നടത്തിയത് 1925 മാർച്ച് 12 അവിരാമമായ സത്യാന്വേഷണങ്ങളുടേതായിരുന്ന 2 ജീവിതങ്ങളുടെ അഭിമുഖം. വർക്കല ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഐത്തോച്ചാടനം, സഞ്ചാര സ്വാതന്ത്ര്യം, ക്ഷേത്രപ്രവേശനം, അധസ്ഥിതോദ്ധാരണം തുടങ്ങിയ വിഷയങ്ങളാണ് ഇരുവരും സംസാരിച്ചത്. ഗാന്ധിജിക്കൊപ്പം സി രാജഗോപാലാചാരി, പെരിയാർ EV രാമസ്വാമി നായ്ക്കർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ചരിത്രമാവുക മാത്രമല്ല, ചരിത്രത്തിന് വഴിവെട്ടം പകരുക കൂടിയായിരുന്നു ആ സംഗമം. ദർശനങ്ങളുടെയും ഉൾക്കാഴ്ചകളുടെയും വെളിച്ചം അന്യോന്യം കൈമാറാൻ ആ കൂടിക്കാഴ്ചയ്ക്കായി. ലളിതവും കാലാതീതവുമായ ഇരുവരുടെയും ദർശനങ്ങൾക്ക് ആ സംഗമം ആഴം കൂട്ടിയിരിക്കണം. പുണ്യാത്മാവായ ഗുരുവിനെ കാണാൻ സാധിച്ചതും ആശ്രമത്തിൽ ഒരു ദിവസം താമസിക്കാൻ കഴിഞ്ഞതും ജീവിതത്തിലെ പരമഭാഗ്യമെന്ന് ഗാന്ധിജി പിന്നീട് എഴുതിയിട്ടുണ്ട്. ഗുരുവും ആ കൂടിക്കാഴ്ചയെ ഹൃദയത്തോടെന്നും ചേർത്ത് വെച്ചത് ചരിത്രം.